സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാ ഗോവിന്ദ് എഴുതിയ നോവൽ അദീന തുടരുന്നു. അവതരണം സിന്ധു അശോക്. ഞാൻ അതിനെക്കുറിച്ച് ഓർക്കാഞ്ഞിട്ടല്ല രാജേശ്വരി. അവൾ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. യാതൊരു കാരണവശാലും അവളുടെ പഠനം മുടക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ നമ്മുടെ ലക്ഷ്യം പെട്ടെന്ന് പൂർത്തിയാക്കി അവളെ അങ്ങ് മടക്കി വിടാമെന്ന് കരുതി. അത് പക്ഷെ പെട്ടെന്ന് നടക്കുമോ ഗിരിയേട്ടാ? ആരീഷിയുടെ ട്രീറ്റ്മെന്റ് പെട്ടെന്ന് കഴിയുമെന്നായിരുന്നു എന്റെ കണക്കുകൂട്ടൽ. പക്ഷെ ജ്യേഷ്ഠത്തിയും അശ്വതിയും കൂടി ഹോസ്പിറ്റലിൽ ചെന്നതോടെ എല്ലാം തെറ്റിപ്പോയില്ലേ? ആരുഷിക്കിപ്പോൾ അൽക്കമോളെ കുറിച്ച് പോലും ഓർമ്മയില്ലാത്ത അവസ്ഥയാണെന്നാ ഡോക്ടർ ലിസി പോൾ പറഞ്ഞത്. ഇച്ഛാഭംഗത്തോടെയാണ് ഗിരിധരവർമ്മ അതു പറഞ്ഞത്. ട്രീറ്റ്മെന്റ് കഴിയാതെ അധീനയെ എങ്ങനെ മടക്കിവിടാൻ കഴിയും? നമുക്ക് ലിസി പോളിനെ ചെന്നൊന്ന് കണ്ടാലോ? രാജരാജേശ്വരി ചോദിച്ചു. പോകാം, സംസാരിച്ചു നോക്കാം, വർമ്മ പറഞ്ഞു. നാളെ ആയിക്കോട്ടെ. പിറ്റേന്ന് രാജരാജേശ്വരിയും ഗിരിധരവർമ്മയും കൂടി ഡോക്ടർ ലിസി പോളിനെ കാണാൻ ഒരുങ്ങിയിറങ്ങുമ്പോൾ മുമ്പിൽ പാർവതി തമ്പുരാട്ടി പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ രണ്ടാളും കൂടി ഇതെവിടെ പോകുന്നു ഗിരി? ഹോസ്പിറ്റൽ വരെ. മോളെ ഒന്ന് കാണണം. രാജരാജേശ്വരിയാണ് ഉത്തരം പറഞ്ഞത്. എന്നിട്ടെന്താ രാജേശ്വരി നേരത്തെ പറയാഞ്ഞത്? എനിക്ക് പ്രഷർ ചെക്കപ്പ് ഉള്ളതാണ്. ഞാൻ കൂടി വരുമായിരുന്നല്ലോ. പ്രഷർ ചെക്കപ്പോ? ഗിരിധരവർമ്മ ലാഘവത്തോടെ പറഞ്ഞു. അതിനുവേണ്ടി ജ്യേഷ്ഠത്തി എന്തിനാ ഹോസ്പിറ്റൽ വരെ പോകുന്നത്? നമ്മുടെ കൊട്ടാരം ഡോക്ടർ രാഘവമേനോനല്ലേ ഉള്ളത്? ഞാൻ വിളിച്ചു പറയാം. ഇവിടെ വന്ന് ജ്യേഷ്ഠത്തിയെ പരിശോധിക്കും. ഉടനെ തന്നെ ഡോക്ടർ രാഘവമേനോന്റെ നമ്പർ എടുത്ത് ഗിരിധരവർമ്മ വിളിച്ചു. പിന്നെ ഫോൺ ഓഫ് ചെയ്തിട്ട് പറഞ്ഞു, 1 മണിക്കൂറിനുള്ളിൽ ഡോക്ടർ എത്തും. ജ്യേഷ്ഠത്തി വിശദമായ ഒരു ചെക്കപ്പ് നടത്തിക്കോ. കൂടുതൽ ടെസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറോട് എഴുതി വാങ്ങിക്കോളൂ. നാളെ നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അത് നടത്താം. എങ്കിൽ അത് മതി, നിങ്ങൾ പോയിക്കോളൂ. ശരി. ആദ്യം ഗിരിധരവർമ്മ മുൻവശത്തേക്ക് നീങ്ങി. രാജരാജേശ്വരി പിന്തുടർന്നു. അവർ കാറിലേക്ക് കയറുന്നത് ശ്രദ്ധിക്കുന്നതിനിടയിൽ പാർവതി തമ്പുരാട്ടി മുരണ്ടു. എന്നെ ഒഴിവാക്കിയായിരുന്നു അല്ലേ? കാണാം. അമ്മ എന്താ തനിച്ചിരുന്ന് സംസാരിക്കുന്നത്? പാർവതിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അശ്വതി ചോദിച്ചു. നമ്മൾ ആരുഷിയെ കാണുന്നത് വിലക്കുകയാ തമ്പുരാനും തമ്പുരാട്ടി, പാർവതി പുച്ഛത്തോടെ പറഞ്ഞു. ഇനി നമ്മൾ അവളെ കണ്ടാൽ വീണ്ടും ദണ്ഡമിളകുമെന്നാവും അവറ്റോളുടെ വിചാരം. അവർ പാർവതിയെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലാന്ന് കൂട്ടിക്കോ മോളെ. നീ കണ്ടോ, അവറ്റോളുടെ ഒരു പ്രതീക്ഷയെ നടക്കില്ല. എത്ര ട്രീറ്റ്മെന്റ് ചെയ്താലും ആരുഷിയുടെ ദണ്ണം തീരാനും പോകുന്നില്ല. അതെ അമ്മേ, അശ്വതിയും പറഞ്ഞു. ആരുഷിയുടെ ദണ്ണം തീരാൻ പാടില്ല. ചെമ്പൂരെ സിംഹാസനത്തിലേക്ക് അവളിനി ഒരിക്കലും വരാനും പാടില്ല. അത് ഞാൻ ഏറ്റു. പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മൾ ലക്ഷ്യത്തിലെത്തിയെന്ന് പറയാനാവില്ല മോളെ. അമ്മ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗിരിധരവർമ്മ. എന്താ ഇളയച്ചൻ എന്തെങ്കിലും അമ്മയോട് പറഞ്ഞോ? അതല്ല അശ്വതി, പിന്നെ ആരുഷിയെ തടഞ്ഞാലും ഞാനോ നീയോ ജിത്തുവോ ചെമ്പൂർ സിംഹാസനത്തിലെത്തില്ല. കിരീടധാരണവും ഉണ്ടാവില്ല ഗിരിയുടെ കാലം വരെ. അത് ശരിയാണമ്മേ. അവന്റെ ജ്യേഷ്ഠൻ തമ്പുരാന് ദൈവം ആയുസ് നൽകിയില്ല. പക്ഷെ അവന് ദൈവങ്ങൾ വാരിക്കോരി ആയുസ് നൽകിയാലോ? ഒരു 90 95 വരെ. 90 95? എന്റെ ശ്രീദുർഗാദേവി! അശ്വതി നെഞ്ചിൽ കൈവച്ചു. അപ്പോഴേക്കും എന്റെ കാലം തീർച്ചയായും കഴിയും. ഒരുപക്ഷെ നിന്റെ കാലവും. പിന്നെ നമ്മുടെ ജിത്തുവിനെങ്കിലും അത് കിട്ടുമെന്ന് എന്താണ് ഉറപ്പ്? അല്ലെങ്കിലും ഇനിയും ഒരു 30 35 വർഷത്തെ കാത്തിരിപ്പ്. നോ, അതെനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ, അശ്വതി തീർത്തു പറഞ്ഞു. എങ്കിൽ ഇനി ഒറ്റ വഴിയേയുള്ളൂ മോളെ. അമ്മ പറ. യുദ്ധം. മരണം ഉറപ്പാക്കും വരെയുള്ള യുദ്ധം. മരണം? അശ്വതി സംശയത്തോടെ അമ്മയെ നോക്കി. മറ്റാരുടേതുമല്ല മോളെ, ഗിരിയുടെ. അവന്റെ ആയുസ് അങ്ങനെ മുമ്പോട്ട് നീളാൻ നമ്മൾ അനുവദിച്ചുകൂടാ മോളെ. കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ആ നസ്രാണി തമ്പുരാട്ടിയില്ലേ, ആദ്യത്തെ ഊഴം അവൾക്ക്. രാഗിണി അവളുടെ ജോലി കൃത്യമായി നിർവഹിച്ചാൽ നമ്മൾ പാതി ജയിച്ചു. അടുത്ത ഊഴം ഗിരിക്കായിരിക്കണം. രാഗിണി പിന്നെ പാല് കൊടുക്കുക ഗിരിക്കാവും. അശ്വതിയുടെ മുഖം തിളങ്ങി. താവഴിയിൽ തന്നെ അവകാശികളായി ഒരു ആൺതരിയോ പെൺതരിയോ ഇല്ലാതാവും. അതോടെ സിംഹാസനവും കിരീടവും നമ്മുടെ കയ്യിൽ ഭദ്രം. ശരിയല്ലേ മോളെ? അശ്വതി പല്ല് കടിച്ചു പിടിച്ച് ഒന്ന് ചിരിച്ചു. ശരിയാണമ്മേ, അത് തന്നെയാണ് കൃത്യമായ റൂട്ട്. കിരീടവും സിംഹാസനവും നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയതാണ്. ഇളയച്ചൻ അത് ഇറുക്കി പിടിക്കുന്ന നിലയ്ക്ക് നമുക്ക് വേറെ വഴിയില്ലമ്മേ. മകൾ പറയുന്നത് ശരിവെക്കും പോലെ പാർവതി തമ്പുരാട്ടി ചിരിച്ചു. ഹോസ്പിറ്റൽ. ഡോക്ടർ ലിസി പോളിന്റെ മുമ്പിൽ ഗിരിധരവർമ്മയും രാജരാജേശ്വരി ഇരുന്നു.
എന്റെ 10 മാസത്തെ ട്രീറ്റ്മെന്റിന്റെ ഫലം ഒറ്റ നിമിഷം കൊണ്ടാ തമ്പുരാട്ടിമാർ വന്ന് തച്ചുടച്ചത്. നിരാശയോടെയാണ് ഡോക്ടർ ലിസി പോൾ പറഞ്ഞത്. ഇനി എന്ത് ചെയ്യും ഡോക്ടർ? രാജരാജേശ്വരി ചോദിച്ചു. 1 മാസമെങ്കിലും കഴിഞ്ഞ് ഇനി പുതിയ പരീക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കാനാവൂ എന്നാണ് വൈശാഖൻ സാറ് പറഞ്ഞത്. അപ്പോൾ അതുവരെ അൽക്കയെ ആരുഷി കാണേണ്ടെന്നാണോ? കണ്ടപ്പോഴത്തെ അനുഭവം നമ്മൾ നേരിട്ടറിഞ്ഞതല്ലേ. ഈ അവസ്ഥയിൽ ആരുഷിക്കിനി ഒരു ഷോക്കോ ഷിവറിങ്ങോ താങ്ങാനാവില്ല തമ്പുരാട്ടി. ഞങ്ങൾ പറഞ്ഞിട്ടിനി കുട്ടിയെ കൊണ്ടുവന്നാൽ മതി, ഡോക്ടർ പറഞ്ഞു നിർത്തി. ഡോക്ടർ പറഞ്ഞതിനെ മടക്കയാത്രയിൽ ഗിരിധരവർമ്മ വിശകലനം ചെയ്തു. അപ്പോൾ അധീനയിൽ നിന്ന് അവൾ അൽക്കയിലേക്ക് പരിവർത്തനം ചെയ്യണം, അല്ലേ രാജേശ്വരി? അതെ, രാജരാജേശ്വരി സമ്മതിച്ചു. പൂർണ്ണമായും അൽക്കയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവളെ പുറന്തള്ളുന്നത് എങ്ങനെയാണ്? ഞാനും അത് തന്നെയാ ഗിരിയേട്ട ആലോചിക്കുന്നത്. അതിലേറെ കുരുക്ക രാജേശ്വരി അവളുടെ പഠിപ്പിന്റെ കാര്യം. അതെ, 6ാം ക്ലാസ്സിൽ നിന്ന് 7ലേക്ക് കയറേണ്ട കുട്ടിയാ. 2 മാസത്തേക്ക് മാത്രമായി ഒരു സ്കൂൾ മാറ്റം ഒന്നും നടക്കില്ല. എങ്കിൽ പിന്നെ അവളുടെ TC വാങ്ങി ഇവിടെ എവിടെയെങ്കിലും സ്കൂളിൽ ചേർത്താലോ? അത് കൂടുതൽ വൈതരണി ഉണ്ടാക്കും രാജേശ്വരി. അതെന്താ? ഇപ്പോഴത്തെ സ്കൂളിൽ നിന്ന് TC വാങ്ങേണ്ടത് നമ്മളല്ലേ? നമ്മളവിടെ മുത്തശ്ശിയും മുത്തശ്ശനുമാണെന്നുള്ള തെളിവ് വേണ്ടേ അത് കിട്ടാൻ? അത് വേണം. അതേ തെളിവ് കാട്ടിയാലല്ലേ ഇവിടുത്തെ സ്കൂളിലും അധീനയ്ക്ക് അഡ്മിഷൻ തരപ്പെടുത്താനാവൂ. അതെ, അങ്ങനെ പുതിയ സ്കൂളിൽ അഡ്മിഷൻ വാങ്ങുന്നതോടെ അവളുടെ അഡ്രസ് ചെമ്പൂർ കൊട്ടാരത്തിൻ്റെതാവില്ലേ രാജേശ്വരി? ഡ്രൈവിംഗിനിടയിൽ ആലോചനയോടെ ഗിരിധരവർമ്മ ചോദിച്ചു. ശരിയാ ഗിരിയേട്ട, രാജരാജേശ്വരി പറഞ്ഞു. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പിന്നെ അവളെ നമുക്ക് ആവശ്യം കഴിഞ്ഞ് ചുമ്മാതങ്ങ് ഉപേക്ഷിക്കാൻ പറ്റാതാവും. അവൾ അൽക്കയല്ലെന്ന് നമുക്കറിയാമെങ്കിലും അവൾ വിശ്വസിക്കുന്നത് ആരുഷയുടെ ഇരട്ടക്കുട്ടികൾ ഒരാളാണെന്ന് തന്നെയാ. ആ നിലയ്ക്ക് എവിടെ എത്തിയാലും അവൾ സ്വന്തം അഡ്രസ്സായി പറയുന്നത് ചെമ്പൂർ കൊട്ടാരത്തിന്റെ പേരായിരിക്കും. അത് അപകടമല്ലേ? ഗിരിധരവർമ്മ സ്റ്റിയറിംഗ് വീലിൽ കൈ ചുരുട്ടി ഒന്നിടിച്ചു. രാജരാജേശ്വരി എന്തു പറയണമെന്നറിയാതെ നെഞ്ചിൽ കൈവച്ചിരുന്നു. രാത്രിയിൽ അധീനയ്ക്ക് കൊടുക്കാനുള്ള പാൽ പതിവ് പോലെ രാഗിണി കൊണ്ടുവന്നു. ഗ്ലാസ് എടുത്തുകൊണ്ടുപോയി അല്പം കഴിഞ്ഞ് തിരിച്ചെത്തിയ പാർവതി തമ്പുരാട്ടി പറഞ്ഞു, രാഗിണി, പോയിസൺ കലർത്തിയിട്ടുണ്ട്, നീ ഇത് കൊണ്ടുപോയി അവൾക്ക് കൊടുക്ക്. ശരി തമ്പുരാട്ടി. രാഗിണി ആ പാൽ ഗ്ലാസ് വാങ്ങി പോകാൻ തിരിഞ്ഞു. അപ്പോഴാണ് തമ്പുരാട്ടിക്ക് ഒരു മോഹം തോന്നിയത്. നിന്റെപ്പം ഇന്ന് ഞാനും വരുവാടി. അവൾ ഈ പാല് രുചിയോടെ കുടിക്കുന്നത് ഒരു ദിവസമെങ്കിലും ഞാനൊന്ന് കാണട്ടെ. എനിക്കും കാണണം, ഞാനും വരുവാ. അശ്വതിയും ഒപ്പം ഇറങ്ങി. രാഗിണി നടുങ്ങിപ്പോയി. ഇവർ രണ്ടുപേരും ഒപ്പം വന്നാൽ അൽക്ക തമ്പുരാട്ടി ഈ വിഷപ്പാൽ കുടിച്ചേ തീരൂ എന്ന് ശഠിച്ചാൽ ഈശ്വരാ, താൻ എന്തു ചെയ്യും? വിലക്കാൻ തനിക്കാവില്ലല്ലോ. വിറച്ചും ഭയന്നുമാണ് രാഗിണി അധീനയുടെ മുറിയിൽ എത്തിയത്. അധീന ഏതോ TV പ്രോഗ്രാമിൽ മിഴിനട്ട് സെറ്റിയിൽ ചാഞ്ഞു കിടക്കുകയായിരുന്നു. മോൾ ഉറങ്ങിയില്ലായിരുന്നോ? പാർവതി തമ്പുരാട്ടി സെറ്റിയിൽ അവളുടെ അടുത്തിരുന്നു. അപ്പുറത്തായി അശ്വതിയും. അധികം ഉറക്കമിളക്കല്ലേ മോളെ. ഉള്ളിലെ വിഷം ചീറ്റുന്ന കരിമൂർഖനെ അമർത്തിപ്പിടിച്ച് മുഖത്ത് സ്നേഹം വരുത്തി അധീനയുടെ കവിളിൽ പാർവതി തലോടി. ഉറങ്ങാൻ പോകുവോ വല്യ മുത്തശ്ശി? ഉറങ്ങും മുമ്പ് മോൾ ഈ പാല് കുടിക്ക്, അശ്വതി പറഞ്ഞു. കൊച്ചു തമ്പുരാട്ടി കിടക്കുന്നതിന് മുമ്പ് കുടിച്ചോളും തമ്പുരാട്ടി, രാഗിണി പറഞ്ഞു. പാൽ ഇവിടെ വെച്ചേക്കാം. അവരെ എങ്ങനെയും ഒഴിവാക്കാനായിരുന്നു രാഗിണിക്ക് തിടുക്കം. എനിക്ക് പാല് വേണ്ട, വയറു വല്ലാതെ നിറഞ്ഞിരിക്കുകയാണ്. അയ്യോ മോളെ, അത് പറഞ്ഞാൽ പറ്റില്ല, ഇത്തിരിയെങ്കിലും കുടിക്ക്. പാർവതി തമ്പുരാട്ടി അശ്വതിയുടെ കയ്യിൽ നിന്നും പാൽ ഗ്ലാസ് വാങ്ങി അധീനയുടെ ചുണ്ടോടടുപ്പിച്ചു. വല്യമുത്തശ്ശിയല്ലേ തരുന്നേ, നന്നായി പഞ്ചസാര ചേർത്തിട്ടുണ്ട്, കുടിച്ചോളൂ. അധീന ആ സ്നേഹപ്രകടനത്തിൽ വീണു. വിലക്കാനാവാതെ രാഗിണി വിറഞ്ഞലിച്ചു നിൽക്കെ അധീന പാൽ വാങ്ങി ചുണ്ടോടടുപ്പിച്ചു. കുടിച്ചോ മോളെ, പാല് മുഴുവൻ കുടിച്ചോ. അധീനയെ അതീവ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് അശ്വതി പറഞ്ഞു. മുമ്പ് നീ കഴിഞ്ഞ വീട്ടിൽ ഇങ്ങനെ പാലും പഴവും ഒന്നും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് നിന്റെ ശരീരമൊക്കെ ഉണങ്ങിയിരിക്കുക. ദിവസവും പാല് കുടിച്ചാൽ മോള് പെട്ടെന്ന് വളരും. പാർവതിയും അധീനയെ പ്രോത്സാഹിപ്പിച്ചു. ഇപ്പോൾ തന്നെ അവൾ പാൽ കുടിക്കുമെന്ന് രാഗിണിക്ക് തോന്നി. കൊച്ചു തമ്പുരാട്ടിയെ അടിയൻ പാല് കുടിപ്പിച്ചോളാം. ഉറങ്ങാൻ സമയമായെങ്കിൽ തമ്പുരാട്ടിമാർ പൊയ്ക്കോളൂ. മടിച്ചിട്ടാണെങ്കിലും അവർ പറഞ്ഞു. കുട്ടി ഇത് കുടിക്കുന്നത് കണ്ടിട്ട് പൊയ്ക്കോളാൻ രാഗിണി. പാർവതി ഒരുതരം ശാസനയോടെ രാഗിണിയുടെ നേർക്ക് നോക്കി. രാഗിണി ഭയത്തോടെ വായടച്ചു. ഗ്ലാസിലെ പാൽ അധീനയുടെ വായിലേക്ക് വീഴാൻ തുടങ്ങുന്നത് അതിനിടെ അവർ കണ്ടു. രാഗിണി ഭയപ്പെട്ടുപോയി. മോളെ, പെട്ടെന്നായിരുന്നു ആ ശബ്ദം. പിന്നാലെ രാജരാജേശ്വരി വാതിൽ കടന്ന് അറയിലേക്ക് പാഞ്ഞു വന്നു. അധീന ചുണ്ടോടടുപ്പിച്ചിരുന്ന പാൽ ഗ്ലാസിന് അവർ ഒറ്റ തട്ട്. അത് താഴെ വീണ് ചിതറി.
തറയിൽ വിരിച്ചിരുന്ന മനോഹരമായ കാർപ്പറ്റ് വിഷപ്പാൽ നക്കി കുടിച്ചു. എന്താ രാജേശ്വരി ഇത്? രാജരാജേശ്വരിയെ പകച്ചു നോക്കിക്കൊണ്ട് പാർവതി ചോദിച്ചു. ഇളയമ്മ എന്തിനാ ആ പാൽ തട്ടിക്കളഞ്ഞത്? അശ്വതിയും ചോദിച്ചു. കള്ളം വെളിച്ചത്തായോ എന്ന ഭീതി ഇരുവരിലും പ്രകടമായി. രാഗിണിക്കും ഭയം തോന്നി. അത് ആ പാലിനിപ്പോ വിഷം കലർന്നിട്ടുണ്ടാവും ജ്യേഷ്ഠത്തി, രാജരാജേശ്വരി പെട്ടെന്ന് പറഞ്ഞു. പാർവതിയും അശ്വതിയും ശക്തമായി നടുങ്ങിപ്പോയി. പാലിൽ വിഷം കലർന്നെന്നോ? എങ്ങനെ? പാർവതിയുടെ ശബ്ദം ചെറുതായൊന്ന് ചിലമ്പിച്ചു. കാച്ചി വെച്ചിരുന്ന പാലിൽ ഒരു പല്ലി വീണ് ചത്തു ജ്യേഷ്ഠത്തി. ഇപ്പോൾ ശാന്തമ്മയെ അത് കണ്ടത്. രാഗിണി അതിനു മുമ്പേ ഗ്ലാസിൽ പാല് പകർന്നുകൊണ്ട് പോന്നത് കൊണ്ട് ഞാൻ ഓടിപ്പോരുകയായിരുന്നു. ഓ, അതാണോ കാര്യം? പാർവതി ആശ്വാസത്തോടെ ചോദിച്ചു. രാഗിണിയും ഒരു നെടുവീർപ്പിട്ടു. പക്ഷെ അശ്വതിയുടെ മുഖത്ത് മാത്രം സംശയം ബാക്കി നിന്നു. എന്നിട്ട് ആ പല്ലി എവിടെ ഇളയമ്മേ? അവൾ ചോദിച്ചു. അതാ പാത്രത്തിലുണ്ടായിരുന്നു. പാല് മുഴുവൻ എടുത്തു കളയാൻ ഞാൻ ശാന്തമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജ്യേഷ്ഠത്തിക്കും അശ്വതിക്കും ഇന്നിനി കിടക്കറിയിൽ പാലുണ്ടാവില്ല. അതുകൂടെ പറയാനാ ഞാൻ വന്നത്, രാജരാജേശ്വരി അറിയിച്ചു. ഓ, അത്രയുള്ളോ? സാരമില്ല രാജേശ്വരി, ഒരു ഗ്ലാസ് നല്ല പച്ചവെള്ളം കുടിച്ചാലും സുഖമായിട്ട് ഉറങ്ങാം, പാർവതി പറഞ്ഞു. എങ്കിൽ അങ്ങനെ ആവട്ടെ ജ്യേഷ്ഠത്തി, രാജരാജേശ്വരി പുഞ്ചിരിച്ചു. അശ്വതി വരൂ, എനിക്ക് കിടക്കാൻ സമയമായി, മകളെ നോക്കി പറഞ്ഞിട്ട് പാർവതി വാതിൽക്കലേക്ക് നീങ്ങി. ശരി അമ്മേ. അശ്വതി അമ്മയെ അനുഗമിച്ചു. രാജരാജേശ്വരി അദീനയുടെ അടുത്തേക്ക് ചെന്നു. നടന്നത് അപകടകരമായ ഒരു നാടകമാണെന്ന് മനസ്സിലാകാതെ നിന്ന അദീനയെ അവർ അരിമയോടെ തഴുകി. കുട്ടി കിടന്നോളൂ. അദീന കിടക്കയിലേക്ക് തിരിഞ്ഞു. പിന്നെ പെട്ടെന്ന് ഓർത്ത പോലെ അവൾ തിരിഞ്ഞ് രാജരാജേശ്വരിയെ നോക്കി. മുത്തശ്ശി. എന്താ മോളെ? എനിക്കൊരു പഠിക്കണമെന്ന് പറഞ്ഞിട്ട്? ആ സ്വരത്തിൽ നഷ്ടബോധവും സങ്കടവും ഉണ്ടെന്ന് രാജേശ്വരി ശ്രദ്ധിച്ചു. നിനക്കിനി ആ പഴയ സ്കൂളിൽ തന്നെ പഠിക്കാൻ പറ്റുമോ മോളെ? അതൊരുപാട് ദൂരെയല്ലേ? അപ്പോ അദീനയുടെ മുഖം മങ്ങി. ഞാനും ഗിരിയേട്ടനും കൂടി നിന്റെ സ്കൂളിൽ പോകാം മോളെ. അവിടെ നിന്ന് TC വാങ്ങി ഇവിടെ നല്ലൊരു സ്കൂളിൽ ചേർക്കാം. ടൗണിലുള്ള സ്കൂളുകാരുമായി ഗിരിയേട്ടൻ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ പഠിക്കുന്നതിൽ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ഞാൻ ഇവിടെയല്ലേ മുത്തശ്ശി താമസിക്കുന്നത്? അപ്പോ പിന്നെ ഇവിടെ തന്നെയല്ലേ പഠിക്കേണ്ടത്? ശരിയാ മോളെ, ഞങ്ങൾ അതിനുള്ള ഏർപ്പാട് ചെയ്യാം. മുത്തശ്ശനും മുത്തശ്ശിയും എന്നാ എന്റെ പഴയ സ്കൂളിൽ പോകുന്നത്? നാളെ. ഞാനും വരട്ടെ മുത്തശ്ശി. എന്റെ ആര്യം പൊന്നുകുട്ടി ആ സ്കൂളിലുണ്ട്. എനിക്ക് അവരെ ഒന്ന് കാണാനാ. ശരി, നമുക്ക് ഒരുമിച്ച് പോകാം. അദീനയുടെ മുഖത്തൊരു കുഞ്ഞു സൂര്യൻ ഉദിച്ചു. അനിയത്തിമാരെ കാണാം എന്ന ചിന്ത അവളെ ഊർജ്ജസ്വലിയാക്കി. ആ ഉത്സാഹം ശ്രദ്ധിച്ചുകൊണ്ട് വാതിൽക്കിലേക്ക് നീക്കുമ്പോൾ രാജരാജേശ്വരി കണ്ടു. ഭീതി വിടാതെ വാതിലിനോടൊട്ടി രാഗിണി നിൽക്കുന്നു. വരൂ. രാജരാജേശ്വരി പുറത്തേക്ക് ഇറങ്ങി. രാഗിണി പിന്നാലെ ചെന്നു. നീളൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങുമ്പോൾ രാജരാജേശ്വരി പറഞ്ഞു. പാലിൽ പല്ലി വീണെന്ന് ഞാൻ കള്ളം പറഞ്ഞതാ. നിന്നോടൊപ്പം ജ്യേഷ്ഠത്തിയും അശ്വതിയും നീങ്ങുന്നത് ബാൽക്കണിയുടെ അങ്ങേയറ്റത്ത് വെച്ച് ഞാൻ കണ്ടു. പെട്ടെന്ന് അപകടം മനസ്സിലാക്കി ഓടി വന്നതാ ഞാൻ. എന്തു ചെയ്യണമെന്നറിയാതെ അടിയൻ പേടിച്ചു നിൽക്കുമ്പോഴാ തമ്പുരാട്ടി ഓടി വന്ന് പാൽ തട്ടിക്കളഞ്ഞത്. ശ്രീദുർഗാദേവി എന്റെ പ്രാർത്ഥനയും വിളിയും കേട്ടു തമ്പുരാട്ടി. രാഗിണി, ഇനി നീ കൂടുതൽ ശ്രദ്ധിക്കണം. അൽക്കമോളുടെ മേൽ എപ്പോഴും ഒരു കണ്ണ് വേണം, മനസ്സിലായോ? തമ്പുരാട്ടി. രാജരാജേശ്വരി നടന്നു നീങ്ങി. ആ പെണ്ണ് ഇന്ന് പാൽ കുടിച്ചില്ലല്ലോ, പാർവതി മുറിയിൽ വെച്ച് ഇച്ഛാഭംഗത്തോടെ പറഞ്ഞു. ഇളയമ്മയുടെ ആ സമയത്തെ വരവും പാൽ തട്ടിപ്പറിക്കലുമൊക്കെ മുമ്പേ തീരുമാനിച്ചുറച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്, അശ്വതി പറഞ്ഞു. എനിക്കും അങ്ങനെ സംശയമുണ്ട്, പാർവതി പറഞ്ഞു. വരട്ടെ, നമ്മളെ വെട്ടിമലർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ ചെമ്പൂർ രാജ്ഞി ദുഃഖിക്കും. അത് ശരിവെക്കുന്ന ഒരു ചിരി അശ്വതിയുടെ മുഖത്തുമുണ്ടായി. തന്റെ മുമ്പിലിരിക്കുന്ന അദീനയെ പ്രിൻസിപ്പൽ സ്കറിയ തോമസ് ശ്രദ്ധയോടെ നോക്കി. ഒരു രാജകുമാരിയുടെ എല്ലാ പ്രൗഢിയും അവളുടെ മുഖത്തുണ്ടായിരുന്നു. അദീന ഈ സ്കൂളിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു തമ്പുരാൻ. മുൻപിലിരിക്കുന്ന ഗിരിധരവർമ്മയെ നോക്കി സ്കറിയ പറഞ്ഞു. അവൾ അദീനയല്ല മിസ്റ്റർ സ്കറിയ തോമസ്. എന്റെ മകൾ ആരുഷിയുടെ മോളാണിവൾ, അൽക്കാവർമ്മ. ഗിരിധരവർമ്മ തിരുത്തുന്നത് പോലെ പറഞ്ഞു. സമ്മതിച്ചു തമ്പുരാൻ. എന്നാലും ഞങ്ങൾക്കിവൾ അദീന തന്നെയാണ്. TC തന്നു വിടുന്നതിൽ ഒരുപാട് വിഷമവുമുണ്ട്. അത് കേട്ടപ്പോൾ അദീനയ്ക്കും സങ്കടം വന്നു. മറ്റൊരു നല്ല സ്കൂളിലാണ് സാർ ഞങ്ങൾ ഇവളെ ചേർക്കാൻ പോകുന്നത്, രാജരാജേശ്വരി പറഞ്ഞു. ഏത് സ്കൂളിൽ ചെന്നാലും ഇവൾ ആ സ്കൂളിന് അഭിമാനമായിരിക്കും. സ്കറിയ തോമസ് അഭിമാനത്തോടെ പുഞ്ചിരിച്ചു. അപ്പോഴാണ് ഡോളി മിസ് പ്രിൻസിപ്പലിന്റെ ക്യാബിനിലേക്ക് വന്നത്. അവരുടെ വിരൽത്തുമ്പിൽ പിടിച്ച് ആര്യയും ആമിയും ഒപ്പമുണ്ടായിരുന്നു. ഇച്ചേച്ചി. അദീനയെ കണ്ടപ്പോൾ ഒരു നിലവിളിയോടെ പാഞ്ഞു വന്ന് ആമി അവളെ കെട്ടിപ്പിടിച്ചു. ആര്യയും അവളെ വട്ടം പിടിച്ചു.
ആര്യേ, ഇച്ചേച്ചിയുടെ പൊന്നുകുട്ടി. അദീന അനിയത്തിമാരെ വാരി പുണർന്നു ഉമ്മകൾ കൊണ്ട് മൂടി. കണ്ണീരിന്റെ ആ മഹാസംഗമം ഗിരിധരവർമ്മയുടെയും രാജരാജേശ്വരിയും ശ്രദ്ധിച്ചു. പ്രിൻസിപ്പലും ഡോളി മിസ്സും അത് നോക്കിയിരുന്നു. ഇത്തിരിയില്ലാത്ത കുഞ്ഞുങ്ങൾ, ലോകത്തിന്റെ ഒരു കപടതയും അറിയാത്ത പാവങ്ങൾ. ആര്യയെയും ആമിയെയും ഉദ്ദേശിച്ച് ഡോളി മിസ് പറഞ്ഞു. ആദ്യം അവരുടെ അമ്മ പോയി, അത് കഴിഞ്ഞപ്പോൾ അച്ഛനും. ഏക ആശ്രയമായിരുന്ന ചേച്ചിയെയും അവർക്കിപ്പോൾ നഷ്ടപ്പെടുകയാണ്. കഷ്ടം തന്നെ. വിധി ഓരോരുത്തർക്കും ഓരോന്നാണ് മിസ്സേ ഒരുക്കി വെച്ചിരിക്കുന്നത്, പ്രിൻസിപ്പൽ പറഞ്ഞു. അതിൽ നിന്ന് ഒരിഞ്ചു പോലും ചലിക്കാനോ ചലിപ്പിക്കാനോ മനുഷ്യർക്കാവില്ല. അദീനയുടെ കഥയും അതിലൊന്നു മാത്രം. ഓ സാർ, ഡോളി മിസ് സമ്മതിച്ചു. കെട്ടിപ്പിടിച്ചു നിന്ന് ഒരുമിച്ച് കരയുന്ന കുട്ടികളെ അവർ ഒരിക്കൽ കൂടി അനുതാപത്തോടെ നോക്കി. പിന്നെ പറഞ്ഞു, വരൂ ആര്യേ, ആമി, വാ, നമുക്ക് ക്ലാസ്സിൽ പോകാം. ഡോളി മിസ് അദീനയിൽ നിന്ന് കുഞ്ഞുങ്ങളെ അടർത്തി മാറ്റാൻ ശ്രമിച്ചു. ഇല്ല, ഞങ്ങൾ ക്ലാസ്സിലേക്ക് വരത്തില്ല, ഞങ്ങൾക്ക് പഠിക്കണ്ട, ഇച്ചേച്ചിയുടെ കൂടെ ഞങ്ങളും പോകുക. ഇരുവരും ഉറക്കെ കരഞ്ഞു. അദീനയും അവരിൽ നിന്ന് വിട്ടുമാറിയില്ല. ഇത് പ്രശ്നമാകുമല്ലോ മിസ്റ്റർ സ്കറിയ തോമസ്, ഗിരിധരവർമ്മ പറഞ്ഞു. അദീനയുടെ ടി.സി എടുത്തു നൽകിക്കൊണ്ട് സ്കറിയ തോമസ് പറഞ്ഞു. തമ്പുരാനും തമ്പുരാട്ടിയും അദീനയെയും കൂട്ടി വേഗം പൊയ്ക്കോ, കുട്ടികളെ ഞങ്ങൾ സമാധാനിപ്പിച്ചോളാം. ഓക്കെ. ഗിരിധരവർമ്മ എഴുന്നേറ്റു. മുത്തശ്ശി. രാജരാജേശ്വരിയും എഴുന്നേറ്റപ്പോൾ അദീന വിളിച്ചു. അവളുടെ കണ്ണുകൾ തുളുമ്പി തുടങ്ങിയിരുന്നു, ഒച്ച ചിലമ്പിച്ചിരുന്നു. എന്താ മോളെ, രാജരാജേശ്വരി ചോദിച്ചു. നമുക്കിന്ന് പോകണ്ട മുത്തശ്ശി, അവൾ കേണു. പോകണ്ടാന്നോ? ഇവര് രണ്ടാളും കരയുമല്ലേ മുത്തശ്ശി. ഇവരെയും കൊണ്ട് നമുക്ക് വീട്ടിൽ പോകാം. ഇന്ന് അവിടെ താമസിച്ചിട്ട് നാളെ കൊട്ടാരത്തിലേക്ക് മടങ്ങാം. വീട്ടിൽ പാച്ചിമുത്തശ്ശി ഉണ്ട്. അതൊന്നും പറ്റില്ല. ഉത്തരം ഗിരിധരവർമ്മയുടേതായിരുന്നു. ഈ ടി.സിയും കൊണ്ട് നാളെ രാവിലെ തന്നെ അവിടുത്തെ സ്കൂളിൽ ചെന്ന് അഡ്മിഷൻ എടുക്കണം. കുട്ടി ഇപ്പോൾ അക്കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. അദീനയുടെ മുഖം മങ്ങി, കണ്ണീർ ഉരുണ്ട് അവളുടെ കവിളിലൂടെ ഒഴുകി. ഗിരിധരവർമ്മ പക്ഷെ അലിഞ്ഞില്ല. രാജേശ്വരി, പോകാം. ഗിരിധരവർമ്മ നടന്നു കഴിഞ്ഞു. പോകാം മോളെ. രാജരാജേശ്വരി വർമ്മയെ അനുഗമിച്ചതോടെ അദീനയ്ക്ക് ഗത്യന്തരമില്ലാതായി. അവൾ മെല്ലെ അനിയത്തിമാരുടെ പിടുത്തം വിടുവിച്ചു. അദീനയെ അള്ളിപ്പിടിക്കാനൊരുങ്ങിയപ്പോൾ ഡോളി മിസ് ഇരുവരെയും മുറുകെ പിടിച്ചു. അദീന രാജരാജേശ്വരിയുടെയും ഗിരിധരവർമ്മയുടെയും പിന്നാലെ നീങ്ങി. ഇച്ചേച്ചി പോകാതെ, തിരിച്ചുവാ ഇച്ചേച്ചി, ആമി നിലവിളിച്ചു. ഞങ്ങളെ വിട്ടേച്ചു പോകല്ലേ ഇച്ചേച്ചി, നിൽക്കിച്ചേച്ചി. ആരെയും ഉറക്കെ കരഞ്ഞു. ഹൃദയം പിളരുന്ന ആ കരച്ചിൽ കേട്ട് തിരിഞ്ഞു നോക്കിയെങ്കിലും പാദങ്ങൾ മുമ്പോട്ട് ചലിപ്പിക്കാതിരിക്കാൻ അദീനയ്ക്ക് കഴിയുമായിരുന്നില്ല. ഉള്ളിലെ തേങ്ങൽ കടിച്ചൊതുക്കിക്കൊണ്ട് അവൾ കാറിലേക്ക് കയറി. സമയം 2 കഴിഞ്ഞല്ലോ രാജേശ്വരി, ഭക്ഷണം കഴിക്കണ്ടേ? കാർ അല്പം മുന്നോട്ട് നീങ്ങിയപ്പോൾ ഗിരിധരവർമ്മ ചോദിച്ചു. ശരിയാ, കുറെ ദൂരം പോകാനുള്ളതല്ലേ, കഴിച്ചിട്ടാവാം ഇനി, രാജരാജേശ്വരി പറഞ്ഞു. ഗിരിധരവർമ്മ ഹോട്ടൽ ആർക്കേഡിയയുടെ പാർക്കിംഗ് ഏരിയയിൽ കാർ നിർത്തി. മൂവരും ഇറങ്ങി റെസ്റ്റോറന്റ് റൂമിലേക്ക് കയറി. അദീന അതിശയത്തോടെ കണ്ടു. വെളിച്ചം കുറഞ്ഞ ഒരു വലിയ ഹാൾ. അവിടെയായി കൊത്തുപണികൾ ചെയ്ത വലിയ തേക്കിൻതടി കൊണ്ടുള്ള തൂണുകൾ. ചെമ്പൂർ കൊട്ടാരത്തിലേതുപോലെ വിരിച്ചലങ്കരിച്ച മേശകൾ. മേശയുടെ മുകളിൽ പതിക്കുന്ന വിധത്തിൽ ക്രമീകരിച്ച ലൈറ്റുകൾ. അത്ര വലിയ ഒരു ഹോട്ടലിൽ അദീന ആദ്യമായി കയറുകയായിരുന്നു. മോളെ വരൂ, കൈ കഴുകിയിട്ടിരിക്കാം, രാജരാജേശ്വരി പറഞ്ഞു. ഹാളിന്റെ സൈഡിലുള്ള മനോഹരമായ ഒരു ഗ്ലാസ് ഡോർ തുറന്ന് അവർ അകത്തേക്ക് കയറി. ഒപ്പം ഗിരിധരവർമ്മയും. അദീന അവരെ പിന്തുടർന്ന് ചെല്ലുമ്പോഴേക്കും ഗ്ലാസ് ഡോർ അടഞ്ഞു. ഡോറിന്റെ തേച്ചു മിനുക്കിയ പിച്ചള കുമിളയിൽ പിടിച്ച് അവൾ വീണ്ടും അത് തുറക്കാൻ ശ്രമിച്ചു. പക്ഷെ അവളുടെ തോളിൽ പെട്ടെന്നൊരു കൈത്തലം പതിഞ്ഞു. അവൾ തിരിഞ്ഞു നോക്കി. പിന്നിൽ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. അൽക്കയല്ലേ? അയാൾ ചോദിച്ചു. എന്തു പറയണമെന്ന് അവൾ ആലോചിച്ചു നോക്കി. പക്ഷെ അവൾക്ക് ഉത്തരം കിട്ടിയില്ല. കൈ കഴുകിയിട്ട് രാജരാജേശ്വരി പിന്നിലേക്ക് നോക്കിയപ്പോൾ അദീന കൂടെയില്ല. കുട്ടി ഇങ്ങോട്ട് കയറിയില്ലേ ഗിരിയേട്ടാ? അവിടെ നിൽപ്പുണ്ടാവും രാജേശ്വരി, വിളിച്ചോളൂ. രാജരാജേശ്വരി ഡോർ തുറന്ന് റെസ്റ്റോറന്റ് ഹാളിലേക്ക് ഇറങ്ങി. കുട്ടിയെ അവിടെ എങ്ങും കണ്ടില്ല. മോളെ, രാജരാജേശ്വരി പരിഭ്രാന്തിയോടെ വിളിച്ചു. പക്ഷെ അദീന ഒരിടത്തു നിന്നും വിളി കേട്ടില്ല. ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്ന കുട്ടി തിരിച്ചു പുറത്തേക്ക് പോയായിരുന്നോ? ഗിരിധരവർമ്മ റിസപ്ഷനിലേക്ക് വന്ന് അവിടെ ഇരിക്കുന്ന പെൺകുട്ടിയോട് ചോദിച്ചു. റോസ് 3/4 നീല ടോപ്പും ധരിച്ച ഒരു കുട്ടിയാണോ? അതെ, അത് തന്നെ, ഗിരിധരവർമ്മ തമ്പുരാന്റെ ഒപ്പം എത്തിയ രാജരാജേശ്വരി പറഞ്ഞു. കുട്ടി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മുറ്റത്തേക്കോ? രാജരാജേശ്വരി ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി, കൂടെ തമ്പുരാനും. ഇരുവരും ഹോട്ടലിന്റെ മുറ്റത്താകെ അന്വേഷിച്ച് നടന്നു. തങ്ങളുടെ കാർ പാർക്ക് ചെയ്തിരുന്ന ഭാഗത്ത് നോക്കി. അദീന എവിടെയുമില്ല.
നിങ്ങൾ പറയുന്ന പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ഇതാ ഇപ്പോ ഗേറ്റ് കടന്നു പോയതേയുള്ളൂ. കാർ പാർക്കിംഗ് നിയന്ത്രിച്ചുകൊണ്ട് നിന്നിരുന്ന സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞു. ആരുടെ കൂടെ? ഗിരിധരവർമ്മ ചോദിച്ചു. ആരും കൂടെയുള്ളതായി കണ്ടില്ല, ഒറ്റയ്ക്കാ പോയത്. ഗിരിധരവർമ്മയും രാജരാജേശ്വരിയും വേഗം ഗേറ്റിനടുത്തേക്ക് ചെന്നു. പുറത്ത് മെയിൻ റോഡാണ്. ഇടതടവില്ലാതെ വാഹനങ്ങൾ കടന്നു പോകുന്നു. കണ്ണെത്തുന്ന ദൂരത്തോളം ഇരുവരും നോക്കി. അധീനയെ കാണുന്നില്ല. അതോടെ ഇരുവരിലും പരിഭ്രാന്തി നിറഞ്ഞു. ഈ കുട്ടി ഇത് എവിടെ പോയതാ? അതും നമ്മുടെ കൺമുമ്പിൽ നിന്ന് ഇത്ര പെട്ടെന്ന്? രോഷത്തോടെ ഗിരിധരവർമ്മ പറഞ്ഞു. ആ പെണ്ണ് നമ്മളെ പറ്റിച്ചതാ, പക വീട്ടിയതാണ്. പക വീട്ടിയതോ? രാജരാജേശ്വരിക്ക് ഒന്നും മനസ്സിലായില്ല. സ്കൂളിൽ വെച്ച ആ 2 പീക്കിരി കൊച്ചുങ്ങൾ അവളെ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞില്ലേ? അവരുടെ അടുത്തുനിന്ന് നമ്മൾ അവളെ ബലമായി പിടിച്ചോണ്ട് പോകുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. ശരിയാ, നമ്മൾ പോരുമ്പോഴും ആ കുട്ടികൾ ഉറക്കെ കരയുന്നുണ്ടായിരുന്നു. ആ കൊച്ചുങ്ങളെയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോകണമെന്നും മുത്തശ്ശിയെ കാണണമെന്നും ഒക്കെ അവൾ പറഞ്ഞില്ലേ? നമ്മളത് നിഷേധിച്ചതിലും അവൾക്ക് അമർഷം കാണും. അതുകൊണ്ട് നമ്മളെ വെട്ടിച്ച് അവൾ മുങ്ങിയതാ രാജേശ്വരി. അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്തിയ കിടക്കില്ല. ഗിരിധരവർമ്മയ്ക്ക് ദേഷ്യം അടക്കാനായില്ല. അധീന അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോയെന്നാണോ ഗിരിയേട്ടൻ പറയുന്നത്? എന്താ സംശയം? അവൾ അങ്ങോട്ട് തന്നെയാ പോയത്. എങ്കിൽ വേഗം നമുക്ക് അങ്ങോട്ട് പോകാം ഗിരിയേട്ടാ, വണ്ടിയെടുക്ക്, രാജരാജേശ്വരി തിടുക്കത്തിൽ പറഞ്ഞു. ശരി, നീ വണ്ടിയിൽ കയറ്. രാജരാജേശ്വരി വണ്ടിയിൽ കയറുമ്പോൾ സെക്യൂരിറ്റി അടുത്തെത്തി. കുട്ടിയെ കിട്ടിയോ സാറേ? ഓ, അവൾ ചേട്ടന്റെ കാറിലുണ്ട്. അവരിപ്പോൾ വിളിച്ചിരുന്നു, വർമ്മ പറഞ്ഞു. അത് നന്നായി, സെക്യൂരിറ്റി ആശ്വസിച്ചു. ഇപ്പോഴത്തെ കൊച്ചുങ്ങൾ പിണങ്ങാനും ഇറങ്ങിപ്പോകാനും ഒക്കെ ചെറിയ കാര്യം മതി സാറേ. കാലം വല്ലാത്തതാ. പെൺകൊച്ചുങ്ങളെ കൈവിട്ടു പോയാ പിന്നെ തിരിച്ചു കിട്ടുന്നത് വല്ല പാലത്തിന്റെ അടിയിന്നോ കാട്ടീന്നോ ഒക്കെയാവും ശവമായിട്ട്. താൻ വേറെ വല്ല കാര്യവും പറയടോ. ഗിരിധരവർമ്മ കാർ വിട്ടു. മോളെ കിട്ടിയെന്ന് അയാളോട് പറയേണ്ടിയിരുന്നില്ല ഗിരിയേട്ടാ. കാർ നീങ്ങുന്നതിനിടയിൽ റോഡിന്റെ ഇരുവശത്തേക്ക് മിഴികൾ പായിച്ചുകൊണ്ട് രാജരാജേശ്വരി പറഞ്ഞു. അങ്ങനെ പറയാതിരുന്നാൽ പിന്നെ എന്താ ഉണ്ടാവുക എന്ന് നിനക്കറിയില്ല രാജേശ്വരി. അപ്പോൾ തന്നെ അവർ പോലീസിൽ വിവരമറിയിക്കും. അതോടെ അധീനയെക്കുറിച്ച് വേരും തണ്ടുമൊക്കെ ചികഞ്ഞ് പോലീസ് അന്വേഷിക്കും. നമ്മൾ കത്രികപ്പൂട്ടിൽ സ്വയം തലവെച്ചതുപോലെ ആവുകയും ചെയ്യും. ഈശ്വരാ, രാജരാജേശ്വരി നെടുവീർപ്പിട്ടു. ഗിരിധരവർമ്മ പറഞ്ഞത് സത്യമാണെന്ന് രാജരാജേശ്വരിക്ക് മനസ്സിലായി. അധീനയെ വെച്ചാ തങ്ങൾ കളിക്കുന്നത്. ശരിക്കും തീക്കിളി തന്നെയാണ്, സൂക്ഷിക്കണം. അവളെ നഷ്ടപ്പെട്ടെന്ന് ഒരാളും അറിയരുത്. ആരും അറിയാതെ അവളെ എങ്ങനെയും തിരിച്ചെടുത്തേ മതിയാവൂ. ആ ദൃഢനിശ്ചയത്തോടെ ഗിരിധരവർമ്മ കാർ അധീനയുടെ വീടിന്റെ മുറ്റത്തേക്ക് കയറ്റി നിർത്തി. അല്ല, ഇതാര്? അധീനയും കൊണ്ടുപോയ തമ്പുരാട്ടിയോ? പാച്ചിയമ്മ അമ്പരപ്പോടെ വീടിനുള്ളിൽ നിന്നും വരാന്തയിലേക്ക് ഇറങ്ങി വന്നു. അവർക്കൊപ്പം രേവതിയും സോമനും ഉണ്ടായിരുന്നു. പാച്ചിയമ്മയ്ക്കും കുട്ടികൾക്കുമുള്ള അരിയും പച്ചക്കറികളും വാങ്ങിക്കൊണ്ട് വന്നതായിരുന്നു സോമനും രേവതിയും. തമ്പുരാട്ടിയും തമ്പുരാനും തനിച്ചേ വന്നുള്ളോ? രേവതി ചോദിച്ചു. അധീനെ കൂടെ കൂട്ടായിരുന്നില്ലേ? രാജപ്രൗഢിയിൽ ഞങ്ങൾക്ക് അവളെ ഒന്ന് കാണായിരുന്നല്ലോ, സോമനും പറഞ്ഞു. ഞങ്ങളുടെ കൊച്ചിന് സുഖമാണല്ലോ അല്ലേ തമ്പുരാട്ടി? പാച്ചിയമ്മ ചോദിച്ചു. അധീനയോടുള്ള സ്നേഹം അവരുടെ മുഖത്ത് പ്രതിഫലിച്ചു. ഗിരിധരവർമ്മയും രാജരാജേശ്വരിയും സ്തബ്ധരായി പോയി. അധീന അവിടെ എത്തിയിട്ടില്ലെന്ന് അവർക്ക് ബോധ്യമായി. പക്ഷെ അധീനയെ കാണാനില്ലെന്ന് പാച്ചിയമ്മയോട് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ഇവിടെ ഗസ്റ്റ് ഹൗസിൽ വരെ വന്നതാ, കൂട്ടത്തിൽ ഇങ്ങോട്ടൊന്ന് കയറിയെന്നേയുള്ളൂ, ഗിരിധരവർമ്മ പെട്ടെന്ന് പറഞ്ഞു. ഇനി വരുമ്പോൾ ഞങ്ങൾ മോളെ കൂട്ടാം, രാജരാജേശ്വരിയും ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. എങ്കിൽ ഞങ്ങൾ പോവുക. അയ്യോ തമ്പുരാട്ടി, ഇത്രടം വന്നിട്ട് ഉടനെ പോവാണോ? ഒരിറ്റു വെള്ളം പോലും കുടിക്കാണ്ട്? പാച്ചിയമ്മ ചോദിച്ചു. അതിനൊക്കെ ഇനിയും സമയമുണ്ട്, മോളെയും കൂട്ടി വരുമ്പോഴാകാമല്ലോ. ഗിരിധരവർമ്മ കാറിലേക്ക് കയറി. പിന്നാലെ രാജരാജേശ്വരി കയറാനൊരുങ്ങുമ്പോൾ സോമൻ രേവതിയെ ഒന്ന് തോണ്ടി. അവൾ വേഗം കാറിന്റെ അരികിലേക്ക് ചെന്നു. തമ്പുരാട്ടി, രാജരാജേശ്വരി തിരിഞ്ഞു നോക്കി. ഒരപേക്ഷയുണ്ടായിരുന്നു. പാച്ചിയമ്മ കേൾക്കാത്ത വിധം ശബ്ദം താഴ്ത്തിക്കൊണ്ട് രേവതി പറഞ്ഞു. എന്താ, പറയൂ. മാസം മാസം തരുന്ന 10,000 രൂപ ഒന്നിനും തികയത്തില്ല തമ്പുരാട്ടി. ഇപ്പോ സാധനങ്ങൾക്കൊക്കെ എന്തോ വിലയാ. അരിയും പച്ചക്കറിയും മേടിക്കുമ്പോൾ തന്നെ അതും തീരും. ദൈന്യവും സങ്കോചവും പ്രകടിപ്പിച്ച് രേവതി തുടർന്നു. അധീനയുടെ ഇടയത്വങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പനി പിടിച്ചു. ചികിത്സിക്കാൻ എവിടുന്നാ കാശ്? തമ്പുരാട്ടിയോട് ഇതൊക്കെ പറയുന്നത് ശരിയല്ലെന്നറിയാം, പക്ഷെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട്. രേവതി കാര്യം പറയൂ. 10,000 എന്നുള്ളത് ഒരു 20 അല്ല, 25,000 ആക്കി തന്നാൽ. രേവതി സങ്കോചം ഭാവിച്ച് നിർത്തി. അവളുടെ മിഴികളിലെ ആർത്തി രാജേശ്വരിയും ഗിരിധരവർമ്മയും ശ്രദ്ധിച്ചു. അധീനയുടെ അച്ഛന്റെ പെങ്ങളാണ്. ഈ സന്ദർഭത്തിൽ അവളെ പിണക്കുന്നതും അത്ര ശുഭകരമല്ല. രാജേശ്വരി, മാളവികയെ വിളിച്ച് ഏർപ്പാട് ചെയ്തോളൂ. ഇനി മുതൽ മാസം 25,000 രൂപ ഇവരുടെ അക്കൗണ്ടിൽ ഇടട്ടെ, വർമ്മ പറഞ്ഞു. ശരി, അങ്ങനെ ചെയ്യാം. രാജരാജേശ്വരി ഗിരിധരവർമ്മയുടെ നേരെ നോക്കി തലയാട്ടി.
രേവതിയുടെ മിഴികൾ വീണ്ടും പ്രകാശിച്ചു. ഇനി മാസാമാസം 25,000 രൂപ കിട്ടും. ഒരു ചിട്ടി കൂടി ചേരാം. കാറിലിരിക്കുമ്പോൾ അത്യന്തം ഭീതിതരായിരുന്നു ഗിരിധരവർമ്മയും രാജരാജേശ്വരിയും. അധീനയെ നമ്മളിനി എവിടെ അന്വേഷിക്കും രാജേശ്വരി? എവിടെ അന്വേഷിക്കും? രാജരാജേശ്വരിക്കും അത് അറിയില്ലായിരുന്നു. എങ്കിലും അവർ സംശയത്തോടെ പറഞ്ഞു, സ്കൂൾ സമയം കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ അവൾ അനിയത്തിമാരെ കാണാൻ പോയിട്ടുണ്ടാകുമോ? ഗിരിധരവർമ്മ അധീന പഠിച്ചിരുന്ന സ്കൂളിലേക്ക് തന്നെ കാർ വിട്ടു. അധീനയുടെ TCയിലുള്ള ഒരു ഡേറ്റിൽ സംശയമുണ്ടെന്ന മട്ടിലാണ് അവർ പ്രിൻസിപ്പൽ സ്കറിയ തോമസിന്റെ അടുത്തെത്തിയത്. പിന്നെ സ്റ്റാഫ് റൂമിന്റെ ഭാഗത്തും ക്ലാസ് റൂമുകളുടെ ഭാഗത്തും സൂത്രത്തിൽ ഒരു അന്വേഷണവും നടത്തി. അവിടെ നിന്നിറങ്ങുമ്പോൾ ഭീതി ഇരുവരെയും ഇരുമ്പ് ചക്കങ്ങല പോലെ വലയം ചെയ്തു. അധീന സ്കൂളിലും എത്തിയിട്ടില്ല. പിന്നെ അവൾ എങ്ങോട്ട് പോയി? എന്തിനു പോയി? കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്ന് 4 കിലോമീറ്റർ മാറിയാണ് തകരക്കൽ തറവാട്. 50 ഏക്കർ റബ്ബർ തോട്ടത്തിന്റെ ഒരു ഭാഗത്തുള്ള ആ പടുകൂറ്റൻ തറവാടിന് 50-ലധികം വർഷത്തെ പഴക്കമുണ്ട്. അപ്പച്ചനും അമ്മച്ചിയും ഭാര്യയും 8 മക്കളും ഉൾപ്പെട്ട ആ കുടുംബത്തെ അനായാസം പോറ്റിയിരുന്ന തകരക്കൽ ജോണിച്ചനായിരുന്നു അവിടുത്തെ കാരണവർ. ചുവന്ന സാൻഡ്രോസിംഗ് കാർ മുറ്റത്ത് നിർത്തിയിട്ട് ഡെന്നിച്ചൻ അരികിലിരുന്ന അധീനയുടെ മുഖത്തേക്ക് നോക്കി. നിനക്കറിയോ ഇതാരുടെ വീടാണെന്ന്? ഇല്ലെന്ന് അധീന തലയാട്ടി. ഇതാണ് നിന്റെ ഡാഡിയുടെ തറവാട്. അധീന ആ വീടിന് നേരെ നോക്കി. ഓടിട്ട പഴയ ഫാഷനിലുള്ള വീടാണ്. പക്ഷെ ഒരുപാട് വിസ്തൃതിയുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും എന്നെ ഇപ്പോൾ അന്വേഷിക്കാവും ചേട്ടായി. എനിക്ക് ഉടനെ തിരിച്ചു പോണം, അവൾ പറഞ്ഞു. ഇവിടെ നിന്നെ കാണാതെ 1 വർഷമായി വിഷമിച്ചിരിക്കുന്ന ഒരു അമ്മാമ്മച്ചിയുണ്ട് മോളെ, നിന്റെ ഡാഡിയുടെ അമ്മച്ചി. ആ അമ്മച്ചി നിന്നെ ഒന്ന് കണ്ടിട്ട് ഞാൻ തന്നെ നിന്നെ തിരിച്ചു കൊണ്ടേ വിട്ടേക്കാം. ഡെന്നിച്ചൻ അവൾക്ക് ഇറങ്ങാൻ ഡോർ തുറന്നു കൊടുത്തു. ഹോട്ടലിൽ വെച്ചും അവൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞാൻ നിന്റെ ഡാഡി ജോഷിയുടെ ജ്യേഷ്ഠന്റെ മകനാ ഡെന്നിച്ചൻ, നിന്റെ ചേട്ടായി. അധീനയ്ക്ക് ആദ്യം അത് വിശ്വാസമായില്ല. അപ്പോൾ ഡെന്നിച്ചൻ അവൾക്ക് ഒരു കുടുംബ ഫോട്ടോ കാട്ടിക്കൊടുത്തു. അതിൽ ഡെന്നിച്ചനൊപ്പം ആരുഷിയും ജോഷിയും അൽക്കയും ഉണ്ടായിരുന്നു. ഡെന്നിച്ചനെ ചേർത്ത് പിടിച്ച് അതീവ സ്നേഹത്തോടെ നിൽക്കുന്നു അൽക്ക. അത് കണ്ടതോടെ അധീന സംശയിച്ചു. കൂടെ ചെല്ലാതിരുന്നാൽ താൻ അൽക്കയല്ലെന്ന് ഇയാൾ വെളിപ്പെടുത്തിയാലോ? അങ്ങനെയാണ് മനസ്സില്ലാ മനസ്സോടെ അവൾ ഡെന്നിച്ചനൊപ്പം പോകുന്നത്. വരൂ മോളെ. ഡെന്നിച്ചൻ അവളെ വീടിനുള്ളിലേക്ക് നയിച്ചു. അതിമനോഹരമായ വീട്. ഉള്ളിൽ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. അൽക്ക, അമ്മാമ്മച്ചിയുടെ പൊന്നുമോളെ. നിലവിളി പോലൊരു സ്വരമാണ് അവളെ സ്വാഗതം ചെയ്തത്. അധീന കണ്ടു. കാതിലും കഴുത്തിലും കൈത്തണ്ടയിലും തടിച്ച സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച ഒരമ്മച്ചി. ചട്ടയും മുണ്ടുമാണ് വേഷം. തകരക്കൽ ജോണിച്ചന്റെ 8 മക്കളെ പ്രസവിച്ച അക്കാമ്മയായിരുന്നു അത്. 75-ാം വയസ്സിലും ഒട്ടും ആജ്ഞാശക്തി ചോരാത്ത തറവാട്ടമ്മ. അക്കാമ്മച്ചി അധീനയെ വാരി നെഞ്ചിലടുക്കി. എന്റെ ജോഷിമോന്റെ ശേഷിച്ച ചോരയാ മോളെ നീ, അവർ കരഞ്ഞു. നിന്നെയൊന്ന് ജീവനോടെ കാണാൻ ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചതാ മോളെ. ആ പ്രാർത്ഥന ഫലിച്ചു. അക്കാമ്മ പദം പറഞ്ഞ് കരയുമ്പോൾ ശേഷിച്ച കുടുംബാംഗങ്ങൾ അവർക്ക് ചുറ്റും കൂടി. എടാ മോനെ. അപ്പോഴാണ് ഡെന്നിച്ചനെ ആരോ തൊട്ടത്. അവൻ തിരിഞ്ഞു നോക്കി. അവന്റെ പപ്പ ജോയി ജോൺ ആയിരുന്നു പിന്നിൽ. ജോഷിയുടെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ, തകരക്കൽ തറവാടിന്റെ ഇപ്പോഴത്തെ കാരണവർ. സംഭവം ആരും അറിഞ്ഞിട്ടില്ലല്ലോ മോനെ? മകനെ മാറ്റി നിർത്തി ജോയി അടക്കത്തിൽ ചോദിച്ചു. ഇല്ല പപ്പ, ഒരാൾക്ക് സംശയം തോന്നാത്ത വിധം അത്രയ്ക്ക് ശ്രദ്ധിച്ചാണ് ഞാൻ മോളെ കൊണ്ടുപോകുന്നത്. അന്ന് എന്തിനും പോന്ന ആ ആന്റണി വന്ന് ആരുഷി ഏത് ഹോസ്പിറ്റലിലാ പ്രസവിച്ചതെന്ന് അന്വേഷിച്ചപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാ അതിനു പിന്നിൽ ആ തന്തരാജാവ് തന്നെയാണെന്ന്. നമ്മൾ അവനെ പിന്തുടർന്ന് മരിയ ഹോസ്പിറ്റലിൽ എത്തിയത് കൊണ്ട് അറിഞ്ഞു അൽക്ക മരിച്ചെങ്കിലും അവൾക്കൊരു ഇരട്ട സഹോദരി കൂടിയുണ്ടെന്ന്. അവളെയും ചെമ്പൂർ രാജാവിനെയും സൂത്രത്തിൽ വാച്ച് ചെയ്തതുകൊണ്ട് നമുക്കിപ്പോൾ കൊച്ചിനെ കിട്ടി, ഡെന്നിച്ചൻ പറഞ്ഞു. കയ്യിൽ കിട്ടിയ ഈ നരുന്തു പെണ്ണിന്റെ വില നിനക്കറിയില്ലടാ. ജോയിയുടെ മുഖത്ത് ആർത്തി പെരുകി. ഇവളാണ് ചെമ്പൂർ കൊട്ടാരത്തിന്റെ അടുത്ത കിരീടാവകാശി. അധികാരം മാത്രമല്ല, 500 കോടിയുടെ അവകാശി കൂടിയാണവൾ. 500 കോടി? അതെ, 500 കോടി. ഇപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു സത്യം കൂടി ഉണ്ട് മോനെ. എന്താ പപ്പ? കിരീടാവകാശക്കാരിയായ ഇവൾ നമ്മുടെ ജോഷിയുടെ ഒരേ ഒരു മകളാണെന്ന്. ഡെന്നിച്ചൻ ചോദ്യഭാവത്തിൽ ജോയിയുടെ മുഖത്തേക്ക് നോക്കി. എന്നുവെച്ചാൽ അത്രയും സ്വത്തിന്റെയും ഈ പെണ്ണിന്റെയും ഇപ്പോഴത്തെ ഏക അവകാശി നമ്മൾ മാത്രമാണ്. ജോയിയുടെ മുഖത്തെ ആർത്തി ഡെന്നിച്ചനിലേക്കും പടർന്നു. പക്ഷെ പപ്പ, ജോയിയുടെ ആർത്തി കണ്ടപ്പോൾ ഡെന്നിച്ചന് എന്തൊക്കെയോ സംശയങ്ങളുണ്ടായി. എന്താടാ? മകന്റെ മുഖത്തേക്ക് നോക്കി ജോയി ചോദിച്ചു. ജോഷിപ്പാപ്പൻ മരിക്കുന്നതിന് മുമ്പ് ചെമ്പൂർ കൊട്ടാരത്തിലെ ഗിരിധരവർമ്മയോ രാജരാജേശ്വരി തമ്പുരാട്ടിയോ ഒരിക്കൽ പോലും നമ്മുടെ തറവാട്ടിൽ വന്നിട്ടില്ല. നമ്മളെ കണ്ടിട്ടുമില്ല. നീ എന്നതാടാ ഈ പറയുന്നേ? അല്ല പപ്പ, പരസ്പരം പരിചയം പോലും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എന്തു പറഞ്ഞ കൊട്ടാരത്തിലേക്ക് അവകാശത്തിന് ചെല്ലുന്നത്?
അതിനല്ലേടാ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു നിധിയുള്ളത്. ആ പെണ്ണ് അൽക്ക, അവൾ അൽക്കയോ അധീനയോ ആരുമായിക്കോട്ടെ, സിരകളിൽ നമ്മുടെ ജോഷിയുടെ ചോരയല്ലേ. അതുകൊണ്ട് നമുക്കവളിൽ പൂർണ്ണമായും അവകാശമുണ്ട് ഡെന്നിച്ച, ചോരയുടെ അവകാശം. പക്ഷെ പപ്പ, ഡെന്നിച്ചൻ വീണ്ടും സംശയിച്ചു. എന്താടാ അതൊക്കെ നമ്മൾ തെളിയിക്കാൻ പോകണ്ടേ? എടാ, തകരക്കല ജോണിച്ചന് രണ്ടേ രണ്ട് മക്കളെ ആണായി പിറന്നുള്ളൂ. മൂത്തവനായി ഞാൻ, പിന്നെ ഏറ്റവും ഇളയവനായി ജോഷി. ഞങ്ങൾക്കിടയ്ക്ക് പിറന്ന 6 പെണ്ണായിരുന്നു. എനിക്കറിയാം പപ്പ, ഡെന്നിച്ചൻ പുഞ്ചിരിച്ചു. നിനക്കൊന്നും അറിയില്ലട മോനെ, ജോയി വിശദീകരിച്ചു. 6 പെങ്ങന്മാരെയും അപ്പന്റെ കൂടെ നിന്ന് പൊന്നും പണവും കൊടുത്ത് കെട്ടിച്ചു വിട്ടത് ഞാനാ. എന്റെ കൂടെ അധ്വാനമായി കാണുന്നതൊക്കെ. ശരിയാ പപ്പ, അതും എനിക്കറിയാം. നിനക്കറിയാമായിരിക്കും, പക്ഷെ എന്റെ അപ്പൻ അതറിഞ്ഞില്ല. അതുകൊണ്ടാ കണ്ണിൽ കണ്ട ഒരുത്തിയം കൊണ്ട് ബോംബെയിൽ കിടന്ന ഇളയ മകനും ഇവിടെ കിടന്ന് ചോര വിയർപ്പാക്കിയ മൂത്ത മകനും റബ്ബർ തോട്ടം ഒരുപോലെ വീതിച്ചത്. വിൽപത്രത്തിൽ 25 ഏക്കർ എനിക്കും 25 ഏക്കർ അവനും. ആ വിൽപത്രം ഞാനും കണ്ടതാ അപ്പാ. കഷ്ടപ്പെടുന്നവനും കാഴ്ച കണ്ടവനും ഒരുപോലെ. ആ വിൽപത്രം വായിക്കുമ്പോഴേക്കും അപ്പച്ചൻ കല്ലറയ്ക്കുള്ളിലേക്ക് ആയിപ്പോയി. അല്ലെങ്കിൽ അത് വലിച്ചു കീറി ഞാൻ അടുപ്പിൽ തള്ളിയേനെ. ജോയിയുടെ മുഖത്ത് രോഷം ആളിപ്പടർന്നു. പക്ഷെ എന്റെ കഷ്ടപ്പാടവും സങ്കടവും കർത്താവ് കാണുന്നുണ്ടായിരുന്നു. അതാ അപ്പച്ചൻ മരിച്ച ഒരാഴ്ച പോലും തികയും മുമ്പ് ജോഷിയും മോള് കായലിൽ മുങ്ങി മരിച്ചത്. സമനില തെറ്റിയ ജോഷിയുടെ ഭാര്യ കൂടി പോയതോടെ ആ 25 ഏക്കർ കൂടി നമ്മുടെ സ്വന്തമായില്ലേ. നാളെ വീണ്ടും തുടരും.